ഹായ് ഓൾ, എല്ലാവർക്കും കരിയർ മേക്കിൻ്റെ ജിയോ സെക്ഷനിലോട്ട് സ്വാഗതം. സോ പഹൽഗാം ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഇൻഡസ് വാട്ടർ ട്രീറ്റി നിരോധിക്കുകയും അതിന് ഒരു കൗണ്ടർ മെഷർ എന്ന നിലയ്ക്ക് എന്ത് ചെയ്യുന്നു, പാകിസ്ഥാൻ സിംല എഗ്രിമെൻറ്റിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് സിംല എഗ്രിമെൻ്റ് എന്നാണ്. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്താലോ? ശരി. അപ്പം സിംല എഗ്രിമെൻറ്റിൽ ആദ്യം നമ്മൾ എന്താണ് സിംല എഗ്രിമെൻ്റ് എന്ന് പറയുന്ന കാര്യം നോക്കാം. സോ ഇതെന്തെന്ന് വെച്ചാൽ ഒരു ബൈലാറ്ററൽ പീസ് ട്രീറ്റിയാണ്. ഓക്കെ, അപ്പോൾ സിംല എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബൈലാറ്ററൽ പീസ് ട്രീറ്റിയാണ്. സൈൻ ചെയ്യുന്ന ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ്. ഇനി ഏറ്റവും പ്രധാനമായിട്ട് സൈൻ ചെയ്യുന്ന ഡേറ്റ് ചോദിച്ചാൽ 2 ജൂലൈ 1972. ഓക്കെ, എന്നാണ് സൈൻ ചോദിച്ചാൽ 2 ജൂലൈ 1972 ആണ്. അപ്പം സിംല എഗ്രിമെൻറ്റ് വരുന്ന വർഷം ചോദിച്ചാൽ 1972ലാണ് സിംല എഗ്രിമെൻറ്റ് നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. നമ്മൾ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററിയും കൂടെ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഇത് കാരണം എന്ന് പറയുന്നത് 1971 നടക്കുന്ന ഇൻഡോ പാക് വാർ. ഓക്കെ, എന്താണ് ഇൻഡോ പാക് വാർ? അല്ലെങ്കിൽ നമുക്ക് ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബംഗ്ലാദേശ് ലിബറേഷൻ വാർ എന്ന് പറയും. ഓക്കെ, ബംഗ്ലാദേശ് ലിബറേഷൻ വാർ എന്ന് പറയും. സോ ഈ ഒരു യുദ്ധത്തിന് ശേഷം ഏകദേശം 8 മാസത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവയ്ക്കുന്ന ഒരു ട്രീറ്റിയാണ് സിംല എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. സോ ഈ ട്രീറ്റി കൂടുതൽ നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം എന്തറിയണം? നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് 1971 ഇൻഡോ പാക് വാർ അതെന്തിനായിരുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അത് നോക്കിയിട്ട് തിരിച്ച് ഈ ഒരു സെക്ഷനിലോട്ട് വരാം. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഒരു മാപ്പ് വരച്ചു. ജസ്റ്റ് ഒരു റഫായൊരു മാപ്പ് വരയ്ക്കാമേ. ഓക്കെ, ഞാൻ ജസ്റ്റ് റഫായിട്ട് ഇത് നിങ്ങൾ ജസ്റ്റ് റഫായിട്ട് ഇന്ത്യയിൽ മാപ്പായിട്ട് കണക്കാക്കിയാൽ മതി. കാര്യം മാത്രം പറയാനായിട്ടാണ് കേട്ടോ. ശരി, അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് 1947 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? പാർട്ടീഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അന്ന് പാർട്ടീഷൻ നടക്കുന്ന സമയത്ത് പാർട്ടീഷൻ നടക്കുന്നത് ഈ ഒരു സെക്ഷനായിട്ടാണ്. ഓക്കെ, സോ അതായത് ഞാനിപ്പം ഇവിടെ യെല്ലോയിൽ മാർക്ക് ചെയ്യുന്ന ഈ പോർഷൻ. ഓക്കെ, സോ ഇതും ഈ പോർഷനാണ് എന്ത്? പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ഓക്കെ, 2 യൂണിറ്റ് ആയിട്ടാണ് പോകുന്നത്. സോ ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് വെസ്റ്റ് പാകിസ്ഥാനും ഇതെന്ന് പറയുന്നത് എന്താണ്? ഈസ്റ്റ് പാകിസ്ഥാനും ആയിട്ടാണ്. ഇനി നമുക്ക് വാറിലോട്ട് ഇന്ത്യയും പാകിസ്ഥാനും എങ്ങനെ വാറിലോട്ട് എത്തിയെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വെസ്റ്റ് പാകിസ്ഥാനും ഈസ്റ്റ് പാകിസ്ഥാനിലുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഒരു കാര്യം മനസ്സിലാക്കുക, രണ്ടും ഒരു രാജ്യമാണെങ്കിലും ഈ 2 യൂണിറ്റും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, സോ ഈ പറഞ്ഞ വെസ്റ്റ് പാകിസ്ഥാനിലുള്ള കൂടുതൽ ആൾക്കാർ സ്പീക്ക് ചെയ്യുന്ന ലാംഗ്വേജ് ഏതാണ്? ഉറുദു ലാംഗ്വേജ് ആണ്. പക്ഷേ നേരെ ഓപ്പോസിറ്റ് ഈസ്റ്റ് പാകിസ്ഥാനിൽ എന്തായിരുന്നു? കൂടുതൽ ആൾക്കാർ സ്പീക്ക് ചെയ്യുന്നത് ബംഗാളി ലാംഗ്വേജ് ആയിരുന്നു. ഓക്കെ, ബംഗാളി ലാംഗ്വേജ് ആണ് കൂടുതൽ സ്പീക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു. അഡ്മിനിസ്ട്രേഷൻ പരമായ കാര്യങ്ങൾ കൂടുതലും ഈ പറഞ്ഞ ഉറുദു ലാംഗ്വേജിൽ നടക്കുന്നത്. ഇനി അഡ്മിനിസ്ട്രേഷൻ സംബന്ധമായ കാര്യങ്ങൾ കൂടുതലും ഹാൻഡിൽ ചെയ്യുന്ന ആരായിരുന്നു? ഈ പറഞ്ഞ വെസ്റ്റ് പാകിസ്ഥാൻ ആയിരുന്നു. ഓക്കെ, വെസ്റ്റ് പാകിസ്ഥാനായിരുന്നു കൂടുതലും അഡ്മിനിസ്ട്രേറ്റീവ് റിലേറ്റഡ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. സോ അത് മാത്രമല്ല, ഈ പറഞ്ഞ വെസ്റ്റ് പാകിസ്ഥാൻ്റെ എക്കോണമിക്കൽ അല്ലെങ്കിൽ ഈസ്റ്റ് പാകിസ്ഥാനെ എക്കോണമിക്കലി ആയിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. വളരെയധികം എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ഈ പറഞ്ഞ ഈസ്റ്റ് പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ഈ വെസ്റ്റ് പാകിസ്ഥാൻ എക്കോണമിക്കലി ഭയങ്കരമായിട്ട് എക്സ്പ്ലോയിറ്റേഷൻ നടത്തുന്നുണ്ടായിരുന്നു. രണ്ടും ഒരു രാജ്യമാണെങ്കിൽ പോലും അവർ ട്രീറ്റ് ചെയ്ത് ഡിഫറൻ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അത് തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബംഗാളിലുള്ള ഭൂരിഭാഗം ജനങ്ങൾക്ക് എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് പിന്മാറണം, അല്ലെങ്കിൽ എന്താണ് ഇവർക്കൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ആ സമയത്തെ ഉണ്ടായിരുന്നു. ഓക്കെ, സോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈസ്റ്റ് പാകിസ്ഥാനിലും വെസ്റ്റ് പാകിസ്ഥാനിലും ഇലക്ഷൻ വരുന്നുണ്ട്. ഈ ഇലക്ഷനിൽ ഈസ്റ്റ് പാകിസ്ഥാനിൽ നിന്ന് വിജയിക്കുന്നത് അവാമി ലീഗാണ്. ഓക്കെ, അവാമി ലീഗാണ് എന്ത് ചെയ്യുന്നത്? ഈ സമയത്ത് ഈസ്റ്റ് പാകിസ്ഥാനിൽ നിന്ന് വിജയിച്ച് വരുന്ന പാർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ അവാമി ലീഗിൻ്റെ മറ്റൊരു പാർട്ടി പേരെന്ന് പറയുന്നത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, സോ ഇതിൻ്റെ ലീഡറായിരുന്നു മുജീബുൾ റഹ്മാൻ എന്ന് പറയുന്നത്. ഓക്കെ, മുജീബുൾ റഹ്മാനാണ് ഇതിൻ്റെ ലീഡർ എന്നൊക്കെ പറയുന്നത്. സോ അങ്ങനെ ഇരിക്കെ ഈ അവാമി ലീഗ് ഈ പറയുന്ന ഇലക്ഷനിൽ വളരെയധികം മികച്ച വിജയം നേടുകയും, പക്ഷേ വെസ്റ്റ് പാകിസ്ഥാൻ എന്ത് ചെയ്തില്ല? ഇവരെ അംഗീകരിക്കാൻ തയ്യാറായില്ല. ഓക്കെ, ഈ ഒരു വിക്ടറി അല്ലെങ്കിൽ എന്താണ് ഈ അവാമി ലീഗിൻ്റെ വിക്ടറിയെ അംഗീകരിക്കാൻ ആര് തയ്യാറായില്ല? ഈ പറഞ്ഞ വെസ്റ്റ് പാകിസ്ഥാൻ തയ്യാറായില്ല. ഓക്കെ, സോ ഇത് കാരണം ഈ പറഞ്ഞ ഈസ്റ്റ് പാകിസ്ഥാനിൽ എന്തുണ്ടാവും? ഇവരെയുള്ള ജനങ്ങൾക്ക് ഭയങ്കരമായി ഡിസ്കണ്ടൻറ്റ് ഉണ്ടാവും. ഓക്കെ, ഈ ഗവൺമെൻറ് ശരിയല്ല, ഗവൺമെൻറ് വളരെ മോശമാണെന്നുള്ള രീതിയിൽ ഡിസ്കണ്ടൻറ്റ് ഉണ്ടാവും. സോ പിന്നീട് ആ സമയത്ത് എന്താണ് പാകിസ്ഥാൻ്റെ പ്രസിഡൻ്റ് ആയിട്ടുള്ള യഹിയ ഖാനാണ്. സോ യഹിയ ഖാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? അദ്ദേഹം ഈ ഡിസ്കണ്ടൻറ്റിനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട്, ഓക്കെ, അല്ലെങ്കിൽ ഈ ജനങ്ങൾക്കുണ്ടായ ഒരു ജനവികാരത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. ആ ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ സർച്ച് ലൈറ്റ് എന്ന് പറയും. ഓക്കെ, ഓപ്പറേഷൻ സർച്ച് ലൈറ്റ് എന്ന് പറയും.
ഓക്കെ. പക്ഷേ ഈ ഓപ്പറേഷൻ സർച്ച് ലൈറ്റ് എന്ന് പറയുന്നത് പിന്നീട് ലോകം കണ്ട ഏറ്റവും വലിയ ജനോസൈഡായിട്ട് മാറും. ഓക്കെ. സോ കൂട്ടക്കൊലകളുടെ മേളമായിരുന്നു പിന്നീട് എവിടെ നടന്നത്? ഈ പറഞ്ഞ ഈസ്റ്റ് പാകിസ്ഥാനിൽ നടന്നത്. ഓക്കെ. സോ അങ്ങനെ ഇവിടെ ഇങ്ങനെ കൂട്ടക്കൊല കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും? അവിടെയുള്ള ജനങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? അവർ തൊട്ടപ്പുറത്തുള്ള രാജ്യത്തോട്ട് പോയി മൈഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കും. തൊട്ടപ്പുറത്തെ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. സോ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. സോ ഈ മൈഗ്രേഷൻ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് ഒരു പ്രോബ്ലം ആയിരുന്നു. ദാറ്റ് ഈസ് റെഫ്യൂജി ക്രൈസിസ് ഉണ്ടാവും. ഇന്ത്യയിലോട്ട് റെഫ്യൂജി ക്രൈസിസ് ഉണ്ടാവും. ആ സമയത്ത് ഇന്ത്യ എന്ത് ചെയ്യുന്ന അറിയാമോ? ഈ ഈസ്റ്റ് പാകിസ്ഥാനിൽ ആ സമയത്ത് ഒരു റെസിസ്റ്റൻസ് ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അവരുടെ പേരാണ് മുക്തി ബാഹിനി എന്ന് പറയും. ഓക്കെ. മുക്തി ബാഹിനി എന്ന് പറഞ്ഞ ഒരു റെസിസ്റ്റൻറ്റ് ഗ്രൂപ്പ് അവിടെ ഡെവലപ്പ് ചെയ്ത് വരും ഈസ്റ്റ് പാകിസ്ഥാനിൽ. ഈ ഇന്ത്യ എന്ത് ചെയ്യുന്ന അറിയാമോ? നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ മുക്തി ബാഹിനിക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടായിരിക്കും ഈ ഒരു സമയത്ത്. ഓക്കെ. സോ അത് മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ ഒരു റെഫ്യൂജി ക്രൈസിസ് നേരിടുന്നുണ്ട്. ഓക്കെ. സോ അങ്ങനെ ഇരിക്കെ ഇന്ത്യ ഒരു ഡയറക്റ്റ് യുദ്ധത്തിലൊന്നും പങ്കെടുക്കാത്ത സാഹചര്യം ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് മുക്തി ബാഹിനി എന്ന് പറയുന്ന ഒരു ഗറില്ല ട്രൂപ്പ് അല്ലെങ്കിൽ റെസിസ്റ്റൻറ്റ് ട്രൂപ്പിന് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? അവർക്ക് വേണ്ട ഫണ്ടും വെപ്പൺസ് എല്ലാം സപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ. സോ അങ്ങനെ ഇരിക്കെ പാകിസ്ഥാൻ അല്ലെങ്കിൽ ബാക്കി പാകിസ്ഥാൻ പിന്നീട് മനസ്സിലാവും. സോ ഇന്ത്യ ഈസ് ഇൻവോൾവ് ഇൻ ദിസ് കേസ് എന്ന് മനസ്സിലാവും. അങ്ങനെ എന്തുപറ്റുമെന്ന് അറിയാമോ? പാകിസ്ഥാൻ ഇന്ത്യയുടെ വെസ്റ്റേൺ സൈഡിലെ കുറച്ച് ഫോർവേഡ് എയർബേസുകൾ ഫോർവേഡ് എയർബേസുകൾ എന്ത് ചെയ്യും? അറ്റാക്ക് ചെയ്യും. ഓക്കെ. സോ എന്താണ് ഈ പാകിസ്ഥാൻ എന്ത് ചെയ്തു? പാകിസ്ഥാൻ നേരെ ഇന്ത്യയുടെ ഫോർവേഡ് ബേസ്, വെസ്റ്റേൺ സൈഡിലുള്ള ഫോർവേഡ് ബേസിൽ എന്ത് ചെയ്യുന്നുണ്ട്? അറ്റാക്ക് നടത്തുന്നുണ്ട്. ഓക്കെ. സോ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് കടന്നു കയറി ഇന്ത്യയുടെ എയർഫോഴ്സ് ബേസിനെ എല്ലാം ബോംബാർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ ഇത് നമ്മൾ എന്തായിട്ട് കരുതി? ഒരു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പരമാധികാരത്തിലുള്ള കടന്നുകയറ്റമായിട്ട് നമ്മൾ കണ്ടു. നമ്മൾ എന്ത് പ്രഖ്യാപിച്ചു? യുദ്ധം പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ എന്തുണ്ടാവുന്നത്? ഇൻഡോ പാക് വാർ 1971 നടക്കുന്നത്. ഓക്കെ. സോ ഈ ഇൻഡോ പാക് വാർ 1971 ഓക്കെ നടക്കുന്ന എന്നാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ കറക്റ്റ് അറിഞ്ഞിരിക്കുക. 3 ഡിസംബർ 1971 ടു 16 ഡിസംബർ 1971 വരെ. ഓക്കെ. സോ ഏകദേശം ഒരു 13 ദിവസത്തോളം യുദ്ധം നടക്കുന്നുണ്ട്. സോ ഈ യുദ്ധത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ എന്ത് പറ്റി? ബംഗ്ലാദേശ് എന്ന് പറയുന്ന പുതിയൊരു രാജ്യത്തിൻ്റെ ജനനമായിരുന്നു. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്തു? ഈ യുദ്ധത്തിന് ശേഷം അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ എന്താണ് റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ഫോർമേഷൻ ഓഫ് ബംഗ്ലാദേശ് ആയിരുന്നു. ഓക്കെ. സോ ഇങ്ങനെയാണ് എന്ത് പറ്റുന്നത്? പാർട്ടീഷൻ്റെ സമയത്തുണ്ടായിരുന്ന ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്ന യൂണിറ്റ് എന്തായിട്ട് മാറുന്നത്? ബംഗ്ലാദേശ് ആയിട്ട് മാറുന്നത്. ഓക്കെ. അങ്ങനെ ഈ ഒരു യുദ്ധത്തിൽ പാകിസ്ഥാൻ തോറ്റു പോകുന്നുണ്ട്. ഓക്കെ. സോ അതോടുകൂടി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സിറ്റുവേഷൻ വളരെ മോശമായി മാറുന്നുണ്ട്. ഓക്കെ. ഇനിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എഗ്രിമെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ ഈ വഷളായ ബന്ധത്തെ വീണ്ടും മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി നടത്തുന്ന അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സിറ്റുവേഷനെ നോർമലൈസ് ചെയ്യുക. ഓക്കെ. എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വരുന്ന അല്ലെങ്കിൽ നടത്തുന്ന ട്രീറ്റിയാണ് എന്തെന്ന് പറയുന്നത്? ഈ പറഞ്ഞ നമ്മുടെ സിംല അഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ. സിംല എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സിംല എഗ്രിമെൻ്റ് വരുന്നത്. ഇനി ഇത് സൈൻ ചെയ്ത ആരൊക്കെയെന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധി. ഓക്കെ. ഇന്ത്യയുടെ 5th പ്രൈം മിനിസ്റ്ററായിട്ടുള്ള ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയും തമ്മിലാണ്. ഓക്കെ. സുൽഫിക്കർ അലി ഭൂട്ടോ തമ്മിലാണ്. ഓക്കെ. സുൽഫിക്കർ അലി ഭൂട്ടോ എന്ന് പറയുന്നത് ആ സമയത്ത് എന്താണ്? പാകിസ്ഥാൻ്റെ പ്രസിഡൻ്റാണ്. സുൽഫിക്കർ അലി ഭൂട്ടോ. ഓക്കെ. പാകിസ്ഥാൻ്റെ 4th പ്രസിഡൻ്റാണ് സുൽഫിക്കർ അലി ഭൂട്ടോ. ഓക്കെ. സോ ഈ സുൽഫിക്കർ അലി ഭൂട്ടോയും ഒരു 84 പേരടങ്ങുന്ന ഡെലിഗേഷൻ കൂടെ എവിടെ വരുന്നുണ്ട്? നേരെ ഇന്ത്യക്കകത്ത് വരികയും ഇന്ത്യക്കകത്ത് വരുന്ന എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഹിമാചൽ പ്രദേശിൻ്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള സിംലയിലാണ് വരുന്നത്. ഓക്കെ. സോ അങ്ങനെ ഈ സിംലയിൽ വെച്ച് ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയും തമ്മിൽ ഒപ്പുവയ്ക്കുന്ന ട്രീറ്റിയാണ് എന്തെന്ന് പറയുന്നത്? സിംല എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇതാണ് സിംല എഗ്രിമെൻറ്റിനെ കുറിച്ച് നമുക്ക് ബേസിക് ആയി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ. ഇനി സിംല എഗ്രിമെൻ്റ് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് പറയാം. സോ നോക്കിയോ, ഒന്നാമത്തത് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഡയറക്റ്റ് ബൈലാറ്ററൽ അപ്രോച്ച് ആൻഡ് റിസോൾവ് ഇഷ്യൂ പീസ്ഫുള്ളി. ഓക്കെ. സോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രോബ്ലംസ് ഒരു ബൈലാറ്ററൽ ടോക്കിലൂടെ വളരെ പീസ്ഫുള്ളായിട്ട് എന്ത് ചെയ്യുക? പറഞ്ഞു തീർക്കുക. അത് ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ നോർമലൈസേഷൻ ഓഫ് റിലേഷൻ. ഓക്കെ. ഇപ്പോൾ ഉണ്ടായിരുന്ന റിലേഷനെ നോർമലൈസ് ചെയ്യുക. ഓക്കെ. പിന്നെ ഉള്ളത് എന്താണ്? ടു ഫൈൻഡ് സൊല്യൂഷൻ ടു ദ കാശ്മീർ കോൺഫ്ലിക്റ്റ് ഒരു സൊല്യൂഷൻ കണ്ടെത്തുക. ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട എന്തെന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് നെക്സ്റ്റ് പേജിൽ കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. സോ ഇതിൻ്റെ കീ പ്രൊവിഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ കീ പ്രൊവിഷൻ പറയുമ്പം
ബൈലാറ്ററൽ എന്താണ് റെസൊല്യൂഷൻ ഓഫ് ഡിസ്പ്യൂട്ട് ഇൻ ഓൾ ഇഷ്യൂ ഇൻക്ലൂഡിങ് എന്താണ് കാശ്മീർ. ഓക്കെ, സോ ഇവിടെ പറയുന്നത് കാശ്മീർ ഉൾപ്പെടുന്ന വിഷയങ്ങളിൽ ബൈലാറ്ററൽ ആയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ, ഒരു ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ സംസാരിച്ച് രണ്ട് പേരും തമ്മിൽ സംസാരിച്ച് ഒരു എന്താണ് ഒരു ഡിസ്പ്യൂട്ട് റിസോൾവിംഗ് മെത്തേഡിലോട്ട് എത്തുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലം ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ഉണ്ടാവുകയാണ്, അങ്ങനെ എന്ത് ചെയ്യുക, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംസാരിച്ച് തീർപ്പിലാക്കുക. അതുപോലെ തന്നെ കാശ്മീരിൽ കാശ്മീർ എന്തെങ്കിലും വിഷയം ഉണ്ടാവുകയാണെങ്കിൽ അത് എന്ത് ചെയ്യുക, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംസാരിച്ച് തീർക്കുക. ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, ദെയർ വിൽ ബി നോ തേർഡ് പാർട്ടി. ഓക്കെ, എന്താണ് ദെയർ വിൽ ബി നോ തേർഡ് പാർട്ടി. ഓക്കെ, ഒരു തേർഡ് പാർട്ടി ഇതിൽ ഇടപെടാൻ പാടില്ല. ഓക്കെ, ഒരു മൂന്നാമതൊരു പാർട്ടി ഇടപെടാൻ പാടില്ല. അതായത് മധ്യസ്ഥനായിട്ട് വരാനായിട്ട് ഒരു പാർട്ടി വരാൻ പാടില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എന്ത് ചെയ്യണം, ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്നാണ് സിമില അഗ്രിമെൻ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ എന്ന് പറയുന്നത് നമ്മളറിയാം, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു 3 ഡിസംബർ 1971 തുടങ്ങുന്ന ഇൻഡോ പാക് വാർ അവസാനിക്കുന്നത് 16 ഡിസംബർ 1971 സോ അന്നേ ദിവസം തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ എന്ത് വരുന്നുണ്ട്, ഒരു സീസ് ഫയർ വരുന്നുണ്ട്. എന്ത് വരുന്നുണ്ട്, ഒരു സീസ് ഫയർ വരുന്നുണ്ട്. അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിൽ ഒരു സീസ് ഫയർ ലൈൻ വരുന്നുണ്ട്. എന്താണ് ഒരു സീസ് ഫയർ ഒരു സീസ് ഫയർ എന്ത് വരുന്നുണ്ട്, ലൈൻ വരുന്നുണ്ട്. ഓക്കെ, ആ സീസ് ഫയർ ലൈൻ നമ്മൾ എന്തായിട്ട് പ്രഖ്യാപിക്കും, LOC ആയിട്ട് പ്രഖ്യാപിക്കും. എന്താണ് LOC, ലൈൻ ഓഫ് കൺട്രോൾ. ഓക്കെ, സോ അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, സോ ഇത് കാശ്മീരാണെന്ന് വെച്ചോ. അപ്പോൾ 1947 ഈ കാശ്മീരൊക്കെ അനക്സേഷൻ്റെ സമയത്ത് തന്നെ പാകിസ്ഥാനുമായിട്ട് ചെറിയൊരു കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടാവും, സ്കിർമിഷൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ആ സമയത്ത് ജമ്മു കാശ്മീരിൻ്റെ ഇത്രയും ഒരു പോർഷൻസ് പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒക്കുപ്പൈ ചെയ്യുന്നുണ്ട്. പിന്നീട് ഈ ഒക്കുപ്പൈ ചെയ്ത പോർഷൻ നമുക്ക് എന്തായിട്ട് മാറുന്നുണ്ട്, ഇത് നമ്മൾ പിന്നീട് വിളിക്കുന്ന പേരാണ് POK എന്ന് വിളിക്കും, അല്ലെങ്കിൽ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എന്ന് വിളിക്കും. ഓക്കെ, എന്ത് വിളിക്കും, പാക് ഒക്കുപ്പൈഡ് കാശ്മീർ വിളിക്കും. സോ അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ 1971 ഡിസംബർ 17 സീസ് ഫയർ വരുന്നത് എന്താണ്, ഈ പറഞ്ഞ ലൈനിൽ കൂടെയാണ് സീസ് ഫയർ വരുന്നത്. ഈ പറഞ്ഞ ലൈനിൻ്റെ ഇതിലാണ് സീസ് ഫയർ വരുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ പിന്നീട് എന്ത് ചെയ്തു, നമ്മളിപ്പോൾ ഈ വരച്ച ഈ വരയുണ്ടല്ലോ, ഈ വര ഈ പറഞ്ഞ സിമില അഗ്രിമെൻ്റ് പ്രകാരം നമ്മൾ എന്തായിട്ട് കണക്കാക്കും, ഇതിനെ നമ്മൾ LOC എന്ന് വിളിക്കും. എന്ത് വിളിക്കും, ലൈൻ ഓഫ് കൺട്രോൾ എന്ന് വിളിക്കും. അപ്പോൾ ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഡെസിഗ്നേറ്റഡ് ലൈൻ വരാൻ കാരണം എന്ന് ചോദിച്ചാൽ ഏതാണ്, അത് 1972 സിമില അഗ്രിമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെ LOC എന്ന് വിളിച്ചു തുടങ്ങിയതും ഈ ഒരു ഇത് തൊട്ടാണ് കേട്ടോ. സിമില അഗ്രിമെൻറ്റിന് ശേഷമാണ് വിളിച്ചു തുടങ്ങിയത്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ 2 കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി അടുത്ത പറയാനുള്ളത് 93,000 പ്രിസണേഴ്സ് ഓഫ് വാർ. ഓക്കെ, അല്ലെങ്കിൽ പാകിസ്ഥാൻ പ്രിസണേഴ്സിനെ നമ്മൾ എന്ത് ചെയ്തു, വെറുതെ വിട്ടെന്ന് പറയുന്നുണ്ട്. അതായത് 1971 നടക്കുന്ന യുദ്ധത്തിൽ നമ്മൾ ഒരു 93,000 വരുന്ന പാകിസ്ഥാൻ സോൾജേഴ്സിനെ പ്രിസണർ ആയിട്ട് പിടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രിസണർ ഓഫ് വാർ ആയിട്ട് പിടിക്കുന്നുണ്ട്. ഓക്കെ, പ്രിസണർ ഓഫ് വാർ ആയിട്ട് പിടിക്കുന്നുണ്ട്. ഇവരെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സിമില അഗ്രിമെൻറ്റ് പ്രകാരം നമ്മൾ വെറുതെ തിരിച്ചു വിടുന്നുണ്ട്. ഓക്കെ, പൊയ്ക്കോളാൻ പറഞ്ഞ് തിരിച്ചു വിടുന്നുണ്ട്. ഓക്കെ, സോ അതാണ് അടുത്തൊരു പ്രധാനപ്പെട്ട പ്രൊവിഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, വിത്ഡ്രോവൽ ഓഫ് ഫോഴ്സ്. ഓക്കെ, സോ അതായത് നമ്മൾ പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ച് പാകിസ്ഥാന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇന്ത്യ പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, പാകിസ്ഥാന് കൊടുക്കുകയും അവിടെ നിന്നെല്ലാം ട്രൂപ്പിനെ വിത്ഡ്രോ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ ഇത്രയാണ് പ്രധാനമായിട്ടും എന്നുള്ളത് നമ്മുടെ സിമില അഗ്രിമെൻറ്റിലുള്ള പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 പ്രൊവിഷൻ നിങ്ങൾ നോക്കിക്കൊള്ളാം. ഈ സീസ് ഫയർ ലൈൻ ഓഫ് 17 ഡിസംബർ 1971 ഓഫ് ജമ്മു കാശ്മീർ, അതായത് LOC എന്ന് പറയുന്ന ലൈനിനെ കുറിച്ച് നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. മേ ബി ഇനിയുള്ള എക്സാംസിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. കാരണം ഇപ്പോൾ LOC എന്ന് പറയുന്ന LOC എന്ന് പറയുന്ന ലൈനിൻ്റെ ഒരു ആ ഒരു ഡെസിഗ്നേഷൻ ക്യാൻസൽ ചെയ്യുന്ന ഒരു ഇതാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഈ ഒരു ലൈനെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ബാക്കിയുള്ള കീ പ്രൊവിഷൻസും നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ട് നമുക്ക് ഇവിടെ പറയാനുള്ളത്, നമുക്ക് സിമില അഗ്രിമെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇപ്പോൾ സിമില അഗ്രിമെൻറ്റ് നിലവിലില്ലാത്തത് കൊണ്ട് LOC എന്ന് പറയുന്ന ലൈൻ. ഓക്കെ, സോ ഇപ്പം എന്ത് വേണോ ചെയ്യാന്നുള്ള രീതിയിലാണ് പാകിസ്ഥാൻ വേണേൽ ക്രോസ് ചെയ്യും, ഇന്ത്യക്ക് വേണേൽ ക്രോസ് ചെയ്യും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. സോ ഇനി നമുക്ക് ആ ഫ്യൂച്ചർ കോൺഫ്ലിക്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. സോ എനിവേ, താങ്ക് യു ഓൾ.